ഹായ് ഓൾ, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ NIOSന്റെ +2ന്റെ ഹിസ്റ്ററിയിലെ ചാപ്റ്റർ 27 ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ചാപ്റ്റർ 27 സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. ഈ ഒരു പാഠഭാഗത്തിൽ നിന്നും 5 ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യനും അതിന്റെ ആൻസേഴ്സുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠമാണ്. നമുക്ക് പഠിച്ചാൽ പെട്ടെന്ന് ഈസി ആകുന്ന തരത്തിലുള്ള ഒരു ചാപ്റ്ററും കൂടെ തന്നെയാണ്. അപ്പോൾ നമ്മൾ 5 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 26, 27. ഇപ്പൊ 27ലാണ് നമ്മൾ നിൽക്കുന്നത്. സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. എന്താണ് ഈ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാൻ കാരണം? സമൂഹത്തിലുണ്ടാകുന്ന ഒരു പരിവർത്തനം, അല്ലെ? ട്രാൻസ്ഫോർമേഷന്റെ അർത്ഥം എന്താണ്? ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു മാറ്റം. നമ്മുടെ ഈ ചാപ്റ്റർ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ചേഞ്ചസ് ദാറ്റ് കെയിം ഇൻ കൊളോണിയൽ എക്സ്പാൻഷൻ ആൻഡ് ക്യാപിറ്റലിസ്റ്റ് ഇൻഡസ്ട്രിയേഷൻ ഇൻ ദ 19th century. 19th century ഉണ്ടായിരുന്ന ഒരുപാട് മാറ്റങ്ങൾ, കൊളോണിയൽ ആയിട്ടുള്ള കുറേ മാറ്റങ്ങൾ വേൾഡ് വാറിന് ശേഷമൊക്കെ നമ്മുടെ കൺട്രിയിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് എന്നൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. ഇപ്പൊ തുടക്കത്തിൽ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ പറയുന്നു, ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും അർബനൈസേഷനെ കുറിച്ചും ഡീമോഗ്രാഫിക് ചേഞ്ചസിനെ കുറിച്ചും ഫാമിലി ലൈഫിനെ കുറിച്ചും അതുപോലെ തന്നെ ഫീമെയിലിന്റെ സ്റ്റാറ്റസിനെ കുറിച്ചും വുമൺ സ്റ്റാറ്റസിനെ കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ഇതെല്ലാം തന്നെയാണ് ഈ ചാപ്റ്ററിൽ പോകുന്നത്. അപ്പോൾ ഒരു സമ്മറി എന്ന് പറയുമ്പോൾ ഇത്രയുമാണ്. അതായത് നമ്മുടെ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഇന്ത്യയിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്, എപ്പോൾ വേൾഡ് വാറിന് ശേഷം, കൊളോണിയലിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ എവിടെയൊക്കെ ഏതൊക്കെ രീതിയിൽ ഉണ്ടായി എന്നുള്ള കാര്യമാണ് നമ്മുടെ ഇതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഡിപ്പെൻഡിങ് സോഷ്യൽ പ്രോസസ് ആൻഡ് ക്യാരക്ടറൈസ് 19th century. 19th century നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ട് നമുക്കത് ചിലതൊക്കെ എന്താണ്, നമുക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനായിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതും കൂടെയാണ്. 20th century ഒക്കെ നമുക്കുണ്ടായ കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഈ പാഠഭാഗത്തിൽ ഡിസ്കസ് ചെയ്യാം. ഇതിൽ ഡീമോഗ്രാഫിക് ചേഞ്ചസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ചേഞ്ചസ് ഇൻ പോപ്പുലേഷൻ ഉണ്ടാകുന്ന വ്യതിയാനം. ഇനി അത് മാത്രമല്ല, അർബനൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, സിറ്റീസ് ആൻഡ് ടൗൺസ് എമർജ്ഡ്, ഒറ്റവാക്കി പറയുകയാണെങ്കിൽ. ഇനി മോഡേൺ ക്ലാസ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ സോഷ്യൽ ക്ലാസസ് ആൻഡ് ഡിവൈഡഡ് ഇൻറ്റു എന്താണ്, വർക്കിംഗ് ക്ലാസ് ആൻഡ് ബ്യൂറോക്രസി, അല്ലെങ്കിൽ എന്താണ് ബൂർഷ്വാസി എന്ന്, ബ്യൂറോക്രസി അല്ല ബ്യൂർഷ്വാസി, അല്ലെ, ബൂർഷ്വാസികൾ എന്ന് പറയും. പിന്നെ എന്താണ് പറയുന്നത്, സിറ്റി ആൻഡ് സോഷ്യൽ ലൈഫ്. സിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് സിറ്റീസും അതുപോലെ തന്നെ അതുമായിട്ടുള്ള സോഷ്യൽ ചേഞ്ചസ് ഒക്കെ കാര്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഫാമിലി ലൈഫിൽ ജോയിന്റ് ഫാമിലി ആൻഡ് ന്യൂക്ലിയർ ഫാമിലി, അത് തമ്മിലുള്ള എന്താണ് ഡിഫറൻസ്, അതുപോലെ പല കാര്യങ്ങൾ നമുക്കിതിൽ പഠിക്കാനായിട്ടുണ്ട്. വുമൻസിന്റെ ഇക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 159 നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, വിച്ച് ആർ ദ 2 new classes which emerged with the capitalist industrialization. എന്തൊക്കെയാണ് പുതിയ തരത്തിലുള്ള ക്ലാസ്സസ് ഉണ്ടായിട്ടുണ്ട്, അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്, ഹു ആർ ദ പീപ്പിൾ ഇൻക്ലൂഡഡ് ഇൻ ദ മിഡിൽ ക്ലാസ്. ആരെയൊക്കെയാണ് മിഡിൽ ക്ലാസ് എന്ന് പറയാൻ കാരണം? മിഡിൽ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതിൽ മാനേജേഴ്സ്, അതിൽ സ്റ്റോർ കീപ്പേഴ്സ്, ബാങ്കേഴ്സ്, ഇവരൊക്കെ, ഡോക്ടേഴ്സ്, ഇവരൊക്കെ എന്തിൽ വരുന്നതാണ്? മിഡിൽ ക്ലാസ്. ഞാൻ പഠിപ്പിക്കും, അതിന് മുന്നേ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ വാട്ട് ദേ വിഡ് എമർജൻസ് ഓഫ് ബിഗ് ഫാക്ടറീസ് എഫക്ട് വർക്കേഴ്സിന്റെ കാര്യങ്ങൾ. അടുത്തത്, വാട്ട് ഇമ്പാക്ട് ഡിഡ് ക്യാപിറ്റലിസ്റ്റ് ഇൻഡസ്ട്രിയേഷൻ എംപ്ലോയ്മെന്റ് ആൻഡ് വുമൺ. ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം നമ്മുടെ വുമൻസിന്റെ എംപ്ലോയ്മെന്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, തൊഴിലില്ലായ്മയൊക്കെ മാറിയോ, അവരുടെ ഉപജീവന മാർഗത്തിലൊക്കെ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായി എന്നാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ വേറെ എന്തൊക്കെയാണ്, വാട്ട് വെയർ ന്യൂ ജോബ്സ് ആൻഡ് വുമൺ ടുക്ക് അപ്പ് ഇൻ ദ 20th century. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രം, അതുപോലെ 5 ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്ത് ഈ പാഠം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യത്തത് ഡീമോഗ്രാഫിക് ചേഞ്ചസ്. എന്താണ് ഡീമോഗ്രാഫിക് ചേഞ്ചസ് എന്ന് പറയുന്നത്? ജനസംഖ്യയില്ലേ, ആ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡീമോഗ്രാഫിക് ചേഞ്ചസ് എന്ന് വിളിക്കുന്നത്. ദ പാറ്റേൺ ഡീമോഗ്രാഫിക് ചേഞ്ച് നോട്ടീസ്ഡ് ഇൻ 19th century continued in the 20th century. In the 1990s, world contained 60 billion human beings, perhaps 3 times of many people outbreak വേൾഡ് വാറിന് ശേഷം ധാരാളം പേർ എന്ത് ചെയ്തു, മരിക്കുകയും ചെയ്തു. അറിയാലോ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ധാരാളം പേർക്ക് എന്ത് സംഭവിച്ചു, ആപത്ത് സംഭവിക്കുകയും അതിനുശേഷം നമ്മുടെ ജനസംഖ്യയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. മനസ്സിലാവുന്നുണ്ട്? ഒരുപാട് വേരിയസ് എന്താണ്
കേസസ് ഇൻക്ലൂഡിങ് നാച്ചുറൽ ഡെത്ത്, ഒരുപാട് മരണങ്ങൾ സംഭവിക്കും. അതുപോലെ തന്നെ വേൾഡ് വാറിന് ശേഷം ജനസംഖ്യയുടെ ഒരു മില്യൺസ് ആളുകളോളം മരിക്കുകയും ചെയ്തു. നമുക്കറിയാവുന്ന കാര്യമാണ് അതൊക്കെ. അപ്പൊ അതിനുശേഷം ഒരുപാട് കാര്യങ്ങളിൽ ജനസംഖ്യയിൽ മാറ്റങ്ങൾ ഉണ്ടായി. There was a sustained growth of world population throughout the 20th century. 20ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോൾ വേൾഡ് പോപ്പുലേഷൻ തന്നെ എന്താവുകയാണ്? ഗ്രോത്ത് ആവുകയാണ്. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ വളർച്ച പ്രാപിക്കുകയാണ്. Western Europe and North America, this is mainly due to better health facility and decline of the infant mortality. Mortality എന്ന് പറയുന്നത് എന്താണ്? മരണനിരക്ക് അല്ലെ? മോർട്ടാലിറ്റി എന്ന് പറയുമ്പോൾ മരണനിരക്ക് കുറവുള്ളതും അതുപോലെ തന്നെ മരണനിരക്ക് കുറഞ്ഞതുമായ എന്നാലും ബെറ്റർ ആയിട്ടുള്ള ഹെൽത്ത് ഫെസിലിറ്റീസ് ഉള്ള 2 കൺട്രീസ് ആണ് ഇതൊക്കെ, യൂറോപ്പും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ നോർത്ത് അമേരിക്ക എന്ന് പറയുന്നത്. മനസ്സിലായോ? യൂറോപ്പും നോർത്ത് അമേരിക്കയും മോർട്ടാലിറ്റി ഡിക്രീസ്ഡ് ആയിരുന്നു. അതായത് മോർട്ടാലിറ്റി വളരെ കുറവായിരുന്നു. മനസ്സിലായോ? അത് മരണനിരക്ക് വളരെ കുറവായിരുന്നു. ഇൻഫന്റ് മോർട്ടാലിറ്റി, അതായത് ശിശുഹത്യ എന്നൊക്കെ പറയില്ലേ നമ്മൾ, അത് തന്നെയാണ്, കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ മരിക്കുന്നത്. ആൻഡ് എക്സ്പാൻഷൻ ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം വിച്ച് അലൗഡ് ലോങ്ങർ ലൈഫ് ദ ഈസ്റ്റേൺ യൂറോപ്പ് ആൻഡ് ദ അതർ കണ്ടിനെന്റ്സ് ആൻഡ് ഇൻക്രീസ് ബിക്കോസ് ബർത്ത് റേറ്റ്സ് കണ്ണു ഹൈ. അപ്പൊ അങ്ങനെ വന്നപ്പോ എന്ത് സംഭവിക്കുകയാണ്? ആളുകളുടെ മരണനിരക്ക് വളരെ കുറവല്ലേ? അങ്ങനെ വന്നപ്പോ എന്ത് സംഭവിച്ചു? ഇൻക്രീസ് വാസ് ബിക്കോസ് ബർത്ത് റേറ്റ് ഇൻക്രീസ് ആകാൻ തുടങ്ങി. ബർത്ത് റേറ്റ് ഇൻക്രീസ് ആകാനും കണ്ടിന്യൂ ടു ഹൈ ആവുക. ഹൈ എന്ന് പറയുമ്പോൾ വളരെ ഉയർന്ന തരത്തില് ജനങ്ങളുടെ എന്താണ് ജനന നിരക്ക് കൂടുതലാവുകയും ഡെമോഗ്രാഫിക് ചേഞ്ചസ് ഉണ്ടാകുകയും ചെയ്തു. നമ്മൾ ഇത്രയും നോക്കി എന്താണ് വേൾഡ് വാറിന് ശേഷം, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം 20th സെഞ്ചുറിയിൽ എന്താ ഡെമോഗ്രാഫിക് ചേഞ്ചസ് എമർജ്ഡ്, അതായത് ജനസംഖ്യാപരമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും ഹ്യൂമൻ ബീയിങ് എങ്ങനെയാണ് ഒരുപാട് പേര് മരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അതിന് പുറമെ ആയിട്ട് എന്താണ് ഇവിടെ സംഭവിച്ചത്? പോപ്പുലേഷൻ ഗ്രോത്ത് 20th സെഞ്ചുറിയിൽ വാസ് യൂറോപ്പ് ആൻഡ് നോർത്ത് അമേരിക്ക വാസ് മെയിൻലി ബെറ്റർ ഹെൽത്ത് ഫെസിലിറ്റീസ്. യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലും ബെറ്റർ ആയിട്ടുള്ള ഹെൽത്ത് ഫെസിലിറ്റീസും കാര്യങ്ങളും ഉള്ളത് കൊണ്ടും അത് മാത്രമല്ല നല്ല രീതിയിലുള്ള ഒരു ഇതായതുകൊണ്ടും അവിടെ ഉണ്ടാകുന്ന ശിശുഹത്യ അല്ലെങ്കിൽ എന്താണ് മോർട്ടാലിറ്റി, ഇൻഫന്റ് മോർട്ടാലിറ്റി വളരെ കുറവായിരുന്നു. അത് നമ്മുടെ പോപ്പുലേഷൻ എന്ത് ചെയ്തു? ഇൻഫ്ലുവൻസ് ചെയ്യുകയും പോപ്പുലേഷൻ വളരെയധികം ഗ്രോത്ത് സംഭവിക്കുകയും ചെയ്തു. ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നോക്കിക്കേ, അടുത്ത നോക്കിക്കേ. But the 1930 we find a downward trend in Eastern Europe as well as 1960 almost fall Europe and low fertility. എന്താണ്? യൂറോപ്പിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും എന്തായിരുന്നു? ജനനനിരക്ക് എന്തായിരുന്നു? തുടക്ക കാലഘട്ടത്തില് കുറവായിരുന്നു അല്ലെ? മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ജനനനിരക്ക് കുറവായിരുന്നുവെങ്കിലും ട്രെൻഡ് ഈസ്റ്റേൺ യൂറോപ്പ് 1960 ഹോൾ യൂറോപ്പ് ലോ ഫെർട്ടിലിറ്റി. ഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഫെർട്ടിലിറ്റി ഫലപുഷ്ടമായ എന്താണ്? ലോ ഫെർട്ടിലിറ്റിയും ബട്ട് ദിസ് വാസ് ഓഫ്സെറ്റ് ഓൺ ലോ മോർട്ടാലിറ്റി റേറ്റ്സ്. ലോ മോർട്ടാലിറ്റി മരണനിരക്കും വളരെ കുറവായിരുന്നു. സോ ഓവറോൾ ദ ഗ്രോത്ത് പോപ്പുലേഷൻ ത്രൂ ഔട്ട് ദ ഡെവലപ്മെന്റ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ അതായത് മോർട്ടാലിറ്റി, ഫലപുഷ്ടമായ മോർട്ടാലിറ്റി എന്താണ്? അതായത് ജനങ്ങളുടെ മരണനിരക്ക് വളരെ കുറവായിരുന്നു. അപ്പൊ കുറവായ സമയത്ത് ജനസംഖ്യ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? ഇൻക്രീസ് ആവും. ഈ സമയത്ത് എന്ത് ചെയ്തു? ലോകമെമ്പാടും മൊത്തം എല്ലായിടവും എന്തായി? വേൾഡിലെല്ലാം ജനസംഖ്യ മാറ്റം വരികയും ഡെമോഗ്രാഫിക് ചേഞ്ചസ് ഉടലെടുക്കുകയും ചെയ്തു. മനസ്സിലായല്ലോ? ഇനി എന്താ പറയുന്നത്? However, population growth in Europe was negatively affected toward war 20th century. This was mainly due to the huge numbers of killed. നമുക്കറിയാം ഒരുപാട് പേര് കൊലപാതകങ്ങളും അല്ലെങ്കിൽ എന്താണ് മരണത്തിനൊക്കെ വിധേയമാവുകയും ചെയ്തു. പക്ഷെ ബട്ട് ആൾസോ ബിക്കോസ് ഡിലേഡ് മാരേജസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫാമിലി ലൈഫ്സ്. ഒരുപാട് പേര് മരണത്തിനും കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്തു? വിധേയമാവുകയും ഒരുപാട് കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്തു? പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തുവെങ്കിലും പോപ്പുലേഷൻ ഗ്രോത്ത് എന്ത് ചെയ്തു? ഇൻക്രീസ് ആവുകയും ഒക്കെ ചെയ്തു. ദിസ് വാസ് മെയിൻലി ഡ്യൂ ടു ഹ്യൂജ് നമ്പേഴ്സ് കിൽഡ് ബട്ട് ആൾസോ ബിക്കോസ് ഡിലേഡ് മാരേജ്. ഇവരുടെ വിവാഹ ബന്ധങ്ങൾ വരെ എന്ത് ചെയ്തു? വൈകാനിട്ട് ഇടവന്നു. ആ സമയത്ത് യുദ്ധങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുന്ന സമയമാണ്. ഫാമിലി ലൈഫ്സ്, അവർക്ക് ഫാമിലി ആയിട്ട് ജീവിക്കുന്ന കാര്യങ്ങളിലൊക്കെ എന്ത് വന്നു? പ്രശ്നങ്ങൾ ഡിലേ ആകാനായിട്ട് തുടങ്ങി. ദ ഡെവലപ്പിംഗ് സൊസൈറ്റി എക്സ്പീരിയൻസ്ഡ് റാപ്പിഡ് പോപ്പുലേഷൻ ആഫ്റ്റർ 1945 ആയപ്പോൾ ഒരു പെട്ടെന്നുള്ള ഒരു പോപ്പുലേഷൻ ഗ്രോത്ത് ഉടലെടുക്കുകയും പിന്നെ എന്താണ്? ബെറ്റർ മെഡിക്കൽ ഫെസിലിറ്റീസ് ആണ് അവൈലബിൾ 20th സെഞ്ചുറി. 20ാം നൂറ്റാണ്ടായപ്പോൾ നല്ല ബെറ്റർ ആയിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ്, ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ വരികയും പിന്നെന്താണ്? ഇൻ ദ 20th സെഞ്ചുറി സെയിം ഓൾഡർ സ്ട്രക്ചർ സൊസൈറ്റി ഡൊമിനേറ്റ് ഇൻ അഗ്രികൾച്ചർ
അതുപോലെ തന്നെ എന്താണ് മീൻസ് റാപ്പിഡ് ഡെമോഗ്രാഫിക് ഗ്രോത്ത്, കൃഷിയും കാര്യങ്ങളെല്ലാം വളരെയധികം എന്ത് ചെയ്തു, കൂടി. കൃഷിയൊക്കെ കൂടുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർ അവിടെ എന്ത് ചെയ്യും, താമസം ഉറപ്പിക്കും അല്ലെ. നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചൈനീസ് സിവിലൈസേഷൻ, ഇതിന്റെ എല്ലാം നദിക്കരയിലൊക്കെ ആൾക്കാർ എന്ത് ചെയ്തു, വീട് കൂട്ടിയൊക്കെ എന്ത് ചെയ്തു ജീവിച്ച്, കുടിൽ കെട്ടി ജീവിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ്, ഡെമോഗ്രാഫിക് ചേഞ്ചസ് ആണ്. ജനങ്ങളുടെ എണ്ണത്തിനുണ്ടായ വർധനവാണ് ഡെമോഗ്രാഫിക് ചേഞ്ചസ് എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ എന്താണ്, മെഡിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ എന്ത് ചെയ്തു, ഇൻക്രീസ് ആവുകയും, ആരോഗ്യപരമായ കാര്യങ്ങളെല്ലാം ഇൻക്രീസ് ആവുകയും, അവർ എന്താ സംബന്ധിച്ച് നമ്മുടെ മിക്കയിടത്തും എന്താണ് ഒരു ഇവിടെ പറയുന്നുണ്ട്, ബൈ അഗ്രികൾച്ചർ വെൻ മോർ ചിൽഡ്രൻ മീൻ മോർ ഫാമിലി ലേബർ ആൻഡ് സെക്യൂരിറ്റി ഫോർ പാരന്റ്സ്. നമുക്ക് എല്ലാവർക്കും സംരക്ഷണം സുരക്ഷിതത്വം കിട്ടുമ്പോൾ എന്ത് കൂടും, റാപ്പിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമായിട്ടുള്ള ഒരു ഗ്രോത്ത് അവിടെ ഉണ്ടായി. എ കമ്പാരിസൺ therefore shows that the end of century what we call the western world contained just 1/6 ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ. ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ, അതായത് ഒത്തിരി മേഖലകളിൽ നമ്മുടെ പോപ്പുലേഷൻ എന്ത് ചെയ്തു, ഇൻക്രീസ് ആവാനും ഒക്കെ തുടങ്ങി. അപ്പൊ ഡെമോഗ്രാഫിക് ചേഞ്ചസ് എന്ന് പറയുമ്പോൾ എന്തിനൊക്കെ ഇൻവോൾവ് ആയി ചേഞ്ചസ് ആയിട്ട് നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ ആസ് വെൽ. ഫോർ എക്സാമ്പിൾ, കണ്ടിന്യൂഡ് മൈഗ്രേഷൻ റിമെയ്ഡ് ആൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ അഫക്റ്റിംഗ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ 20th century. 20th century നമ്മുടെ പോപ്പുലേഷൻ കൂടാനുള്ള ഒരു പ്രധാന കാരണം മൈഗ്രേഷൻ ആയിരുന്നു. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ കുടിയേറ്റം. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ജനങ്ങൾ എന്ത് ചെയ്യുന്നു, കയറി പാർക്കുന്നു, വരുന്നു. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ജനങ്ങൾ കുടിയേറി പാർക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, മൈഗ്രേഷൻ എന്ന് പറയുന്നത്. റിമൈൻഡേഴ്സ് ഏത് സമയത്താണ്, 20th centuryയിലാണ്. 1950 saw the most incentive of migration of Europe. യൂറോപ്പിൽ എന്താ സംഭവിച്ചത്, വളരെയധികം മൈഗ്രേഷൻ ഉണ്ടാവുകയും ചെയ്തു. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കുടിയേറ്റം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ജനങ്ങൾ എന്ത് ചെയ്തു, പോയി താമസിക്കുന്നതിനാണ് എന്ത് വിളിക്കുന്നത്, കുടിയേറ്റം എന്ന് വിളിക്കുന്നത്. ഇതെല്ലാം എന്തിന് കാരണമായി, പോപ്പുലേഷൻ ഇൻക്രീസ് ആവുകയും ഡെമോഗ്രാഫിക് ചേഞ്ചസ് ഉടലെടുക്കുകയും ചെയ്തു. യൂറോപ്പ് ബോത്ത് സെന്റ് ഓഫ് ദ റിസീവ്ഡ് മൈഗ്രേറ്റ്സ് വൈ Western Europe received people rather than move out. These migration patterns will push off the labor demand of political factors. നല്ല ആരോഗ്യപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉടലെടുക്കുന്നതിനോടൊപ്പം തന്നെ പോപ്പുലേഷനും എന്താവാൻ തുടങ്ങി, ഇൻക്രീസ് ആവാനായിട്ട് തുടങ്ങി. മനസ്സിലായല്ലോ. പിന്നെ എന്താ പറയുന്നത്, ഒരുപാട് കാര്യങ്ങളോട് പറയുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പ്രധാനമായിട്ട് പറയുന്നത്. സൺ പ്രിഫറൻസ് ഓഫ് ഡിസ്ട്രോയിഡ് ജെൻഡർ ബാലൻസ് ഈസ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ, ചൈന and he become matter of great concern. ഇന്ത്യയും ചൈനയൊക്കെ എന്താണ്, ജെൻഡർ ബാലൻസ് ലിംഗസമത്വമൊക്കെ എന്താണ് ബാലൻസ് ചെയ്യുന്ന കൺട്രികളാണ്. ഇതാണ് നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഡെമോഗ്രാഫിക് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ കൂടെ നമ്മുടെ കൺക്ലൂഡ് ചെയ്ത് പറയുന്നു, 19th century ഡെമോഗ്രാഫിക് ചേഞ്ച്, ജനസംഖ്യയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉടലെടുത്തു. പിന്നെ എന്താണ്, പീപ്പിൾസ് ആൻഡ് ഔട്ട് ബൈ വേൾഡ് വാറിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പേര് മരിക്കുകയും മില്യൺസോളം ആൾക്കാർ കിൽഡായി. പക്ഷെ എന്നിട്ട് പോലും ഒരുപാട് മാറ്റം ഉണ്ടായി. എന്താണ്, ബെറ്റർ ഹെൽത്ത് ഫെസിലിറ്റീസ് അല്ലെ, ബെറ്റർ ഹെൽത്ത് ഫെസിലിറ്റീസ് ഒക്കെ വന്നപ്പോൾ നോർത്ത് അമേരിക്കയിലും വെസ്റ്റേൺ യൂറോപ്പിലൊക്കെ എന്ത് സംഭവിച്ചു, ഒരുപാട് എന്താണ് മാറ്റങ്ങൾ വരികയും ഇൻഫന്റ് മോർട്ടാലിറ്റി ഡിക്ലൈൻ ആവുകയും ചെയ്തു. പിന്നെ എക്സ്പാൻഷൻ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം, ജനങ്ങൾക്ക് സമാധാനപരമായിട്ട് ജീവിക്കാനുള്ള ഒരു ഘടകം ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. പിന്നെ എന്താണ്, കുട്ടികളുടെ മരണനിരക്ക് വളരെ കുറവായിരുന്നു. പിന്നെ യൂറോപ്പിലും എല്ലാ രാജ്യങ്ങളിലും എന്താണ്, തുടക്കത്തിൽ ജനസംഖ്യ കുറവായിരുന്നുവെങ്കിലും പിന്നെ അവിടെ എന്തായി മാറുന്നു, ഫലപുഷ്ടമുള്ള ജനസംഖ്യ ഉടലെടുക്കുകയും ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞു 1945 എന്താണ് പോപ്പുലേഷൻ ഗ്രോത്ത് ആവുകയും അവിടെ മരണനിരക്ക് വളരെ കുറയുകയും ജനനനിരക്ക് കൂടുകയും ചെയ്തു. മെഡിക്കൽ ഫെസിലിറ്റീസ് ഒത്തിരി ഉടലെടുത്തു. ധാരാളം ഹോസ്പിറ്റലുകൾ അവിടെ എന്ത് ചെയ്തു, വന്നു എന്നും പറയുന്നുണ്ട്. പിന്നെ എന്താണ്, കമ്പാരിസൺ ഓഫ് ഷോദ, ഈ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു കൺട്രികളിലെല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഡെമോഗ്രാഫിക് ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ സെറ്റിൽമെന്റ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ ആസ് വെൽ. ഫോർ എക്സാമ്പിൾ, മൈഗ്രേഷൻ, പീപ്പിൾസ് ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, മൈഗ്രേഷൻ തുടങ്ങി. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പീപ്പിൾസ് മൈഗ്രേഷൻ ചെയ്യാനും ഒക്കെ എന്ത് ചെയ്തു തുടങ്ങി. പിന്നെ എന്താണ് ഇവിടെ പറയുന്നത്, മൈഗ്രേഷനിൽ പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ ജെൻഡർ ബാലൻസ് ചെയ്യുന്നത് ആരൊക്കെയാണ്, ഇന്ത്യയും ചൈനയുമാണ്. ക്ലിയർ അല്ലേ? എളുപ്പമുള്ള കുറച്ച് കാര്യങ്ങളാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡെമോഗ്രാഫിക് ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് അർബനൈസേഷൻ ആണ്. അർബനൈസേഷന് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, വാട്ട് ഡു യു മീൻ ബൈ അർബനൈസേഷൻ? എന്താണ് അർബനൈസേഷൻ എന്ന് പറയുന്നത്? മോഡേൺ അർബൻ ലൈഫ് സ്പെസിഫിക്കലി കണക്റ്റഡ് വിത്ത് ക്യാപിറ്റലിസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ
Urbanization means growth of town and faster growth than population is compared with റൂറൽ പോപ്പുലേഷൻ. എന്താണ് ഇവിടെ പറയുന്നത്? അപ്പൊ നഗരവൽക്കരണം എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണത്തിന് പ്രാധാന്യം കൊടുക്കുകയും അർബനൈസേഷന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് എന്ത് ചെയ്യുക, സിറ്റിയും അതുപോലെ തന്നെ ടൗൺസും എന്ത് ചെയ്യുക, ഫാസ്റ്റർ ഗ്രോത്ത് ഉണ്ടാവുക. സിറ്റീസും ടൗൺസും ഒക്കെ എന്താണ്? ഫാസ്റ്റർ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമായി പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഗ്രോത്ത് ഉണ്ടാകും, ഒരു വളർച്ച ഉണ്ടാവുകയും പോപ്പുലേഷൻ കമ്പയർഡ് വിത്ത് റൂറൽ പോപ്പുലേഷനേക്കാളും, അതായത് ഗ്രാമപ്രദേശത്തെക്കാളും നമ്മുടെ നഗരപ്രദേശങ്ങളിലെ ആൾക്കാരുടെ എണ്ണം കൂടുകയും ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? അർബനൈസേഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഗ്രാമപ്രദേശത്തെക്കാളും നമ്മുടെ നഗരപ്രദേശങ്ങളുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ഡെവലപ്ഡ് ബൈ എന്താണ്? അർബനൈസേഷൻ എന്ന് വിളിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇനി എന്താണ് ഇവിടെ പറയുന്നത്? ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അല്ലെ, ഗ്രേറ്റർ എക്കണോമിക് ഓപ്പർച്യൂണിറ്റി ടൗൺസ് ഒക്കെ ഒത്തിരി ഉടലെടുക്കുകയും ചെയ്യുന്നുണ്ട്. ദെയർ വാസ് എ ഗ്രേറ്റ് ഡൈവർജൻസ് റിതം ഓഫ് ചേഞ്ച് ബിറ്റ്വീൻ ഇൻഡസ്ട്രി ആൻഡ് നോൺ ഇൻഡസ്ട്രിയൽ ഏരിയാസ്. വ്യവസായമുള്ള സ്ഥലങ്ങളുമുണ്ട്, വ്യവസായമില്ലാത്ത സ്ഥലങ്ങളുണ്ട്. അതാണ് പറഞ്ഞത്, ഇൻഡസ്ട്രീസ് ഏരിയാസും ഉണ്ട്, നോൺ ഇൻഡസ്ട്രി ഏരിയാസും ഉണ്ട്. ആൻഡ് ഏരിയാസ് വെയർ അഗ്രികൾച്ചർ ഹാഡ് ബിക്കം മെക്കാനൈസ്ഡ് ആൻഡ് നോട്ട് ബിക്കം mechanized with industrialization, most people with employed production of manufactured goods and services. അപ്പോൾ ഈ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? വ്യവസായവൽക്കരണം എന്ന് പറയുമ്പോൾ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ അവ എന്ത് ചെയ്തു, പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ ഒരുപാട് പേര് എന്ത് ചെയ്തു, മുന്നോട്ട് വന്നു. ഗുഡ്സ് ആൻഡ് സർവീസ് ബോത്ത് വിച്ച് ആർ കോൺസെൻട്രേഷൻ ടൗൺസ് ആൻഡ് സിറ്റി. ഇതെല്ലാം എന്തിലോട്ട് വഴി തെളിയിച്ചു? ടൗൺസും സിറ്റീസും ഉടലെടുക്കുന്നതിന് കാരണം. ഇപ്പൊ നഗരവൽക്കരണം എന്ന് വ്യവസായവൽക്കരണത്തിലൂടെ എന്തിലോട്ട് കൺവെർട്ട് ആവുകയാണ്? നഗരവൽക്കരണത്തിലോട്ട് കൺവെർട്ട് ആവുകയാണ്. വ്യവസായവൽക്കരണം എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ വഴി എന്തിലോട്ട് പോകുകയാണ്? അർബനൈസേഷനിലോട്ട് പോവുകയാണ്. 90s എന്താണ് സംഭവിച്ചത് നോക്കിക്കേ. UK, the country, the industrial first still of the most urbanized country. UK ആണ് എന്ന് പറയുന്നത് വ്യവസായവൽക്കരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺട്രി എന്ന് പറയുന്നത്. എത്രയാണ്? 77 അർബൻ പോപ്പുലേഷൻ. അവിടെ എത്ര പേരുണ്ട്? 77% അർബൻ പോപ്പുലേഷൻ ആണ് അവിടെ ഉള്ളത്. അർബൻ എന്ന് പറയുമ്പോൾ നഗരസ്ഥലങ്ങളിലെ ജനസംഖ്യകളുടെ എണ്ണം. വൈൽ ജർമ്മനി വിച്ച് ദെൻ ഫാസ്റ്റർ പേസ് ഓഫ് ദ ഇൻഡസ്ട്രിയലൈസേഷൻ. ജർമ്മനി എന്തിലോട്ട് കൊണ്ടിരിക്കുകയാണ്? ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുമ്പോൾ വ്യവസായവൽക്കരണത്തിലോട്ട് പോകുന്നു. ഹാഡ് അബൌട്ട് 56% ലിവിങ് ഇൻ അർബൻ ഏരിയ. ജർമ്മനിലെ ആരൊക്കെ എത്ര പെർസെന്റേജ് ആണ്? 56% ആൾക്കാർ എവിടെ താമസിക്കുന്നുണ്ട്? ജർമ്മനിയിൽ താമസിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? അതർ കൺട്രീസ് വിൽ ഹാഡ് ലെസ് ദാൻ ഹാഫ് ഓഫ് പീപ്പിൾ ലിവിങ് ആൻഡ് അർബൻ സെന്റേഴ്സ് ആൻഡ് ഇഫ് were to account at beginning of the securities about 70% and population live in rural area. ഇതില് ഒരു വിഭാഗം ആൾക്കാർ എവിടെയും താമസിക്കുന്ന റൂറൽ ഏരിയ. എന്തുകൊണ്ടായിരിക്കും അർബൻ സ്ഥലങ്ങളിലോട്ട് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്? അവിടുത്തെ ഫെസിലിറ്റീസ് അല്ലേ, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ വാട്ടർ ഫെസിലിറ്റീസ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെ, ലാക്ക് ഓഫ് അൺഎംപ്ലോയ്മെന്റ്, ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഇതെല്ലാം സ്വാധീനിച്ച് നമ്മൾ എങ്ങോട്ടൊക്കെയാ പോകുന്നത്? നമ്മുടെ അർബനിലോട്ട് പോവുകയാണ്. അപ്പൊ അവിടുത്തെ പ്രത്യേകതകളാണ് നമ്മളോട് ചോദിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്? നഗരവൽക്കരണം എന്ന് പറയുന്നത് ഇവിടെ മാത്രമല്ല, ജനസംഖ്യയിലെ സ്വാഭാവിക വളർച്ചയുള്ളിടത്ത് മാത്രമല്ല നടക്കുന്നത്. പട്ടണങ്ങളിൽ എന്താണ് കൂടുതൽ സ്ഥലങ്ങളിൽ, അതായത് മറ്റു സ്ഥലങ്ങളിലോട്ടൊക്കെ എന്ത് മാറുകയാണ്? അപ്പൊ അർബനൈസേഷൻ നടക്കും, അത് നഗരവൽക്കരണം നടക്കും. കൂടുതലായിട്ടുള്ള സാമ്പത്തിക അവസരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കാണാം. പിന്നെ അത് മാത്രമല്ല, ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്കുള്ള ഒരു മാറ്റത്തെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മുടെ ആ ഒരു മാറ്റം അല്ലെ, ഗ്രാമപ്രദേശത്തിൽ നിന്ന് പട്ടണത്തിലേക്കുള്ള ഒരു എന്താണ് ജനസംഖ്യയുടെ മാറ്റത്തിന്റെ ഫലമായിട്ടാണ് എന്ത് വരുന്നത്? നമ്മുടെ അർബനൈസേഷൻ വരുന്നത്. അല്ലാത്ത പക്ഷം അർബനൈസേഷൻ ഉണ്ടാകോ? ഇല്ല. ഇൻഫ്ലുവൻസ്ഡ് ബൈ റൂറൽ മേഖലകളുടെ എന്താണ് സ്വാധീനം മൂലമൊക്കെയാണ് എന്തുണ്ടാകുന്നത്? അർബനൈസേഷൻ ഉണ്ടാകുന്നത്. ക്ലിയർ അല്ലേ? ഇങ്ങനെ അർബനൈസേഷൻ ഉണ്ടായ ഒരു ഫസ്റ്റത്തുള്ള കൺട്രി എന്ന് പറയുന്നത് എന്താണ്? UK ആണ്. വിച്ച് വാസ് സ്റ്റിൽ മോസ്റ്റ് അർബനൈസ്ഡ് കൺട്രി വിത്ത് 77 അർബൻ പോപ്പുലേഷൻ. 77 എന്ന് പറയുമ്പോൾ എത്രയാണ്? 77% അർബൻ പോപ്പുലേഷൻ എവിടെയുണ്ട്? UK യിലുണ്ട്. അതുപോലെ തന്നെ ജർമ്മനിയിലും നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷൻ കുറച്ചുകൂടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇൻക്രീസ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്ത എന്താണ്? ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് 20th century സിഗ്നിഫിക്കന്റ് ഷിഫ്റ്റ്സ് പ്രൊഡക്ഷൻ ആൻഡ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് ചേഞ്ച്. നമുക്ക് എന്തൊക്കെയാണ്? നമ്മുടെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആകും. നമ്മൾ ഗ്രാമപ്രദേശത്ത് നിന്ന് നഗരത്തിലോട്ട് പോകുമ്പോൾ നഗരപ്രദേശങ്ങളിൽ എന്താണ്? കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. എങ്ങനെയൊക്കെയാണ്? ടെക്നോളജി പരമായിട്ടും അതുപോലെ തന്നെ സയൻസ് പരമായിട്ടും ശാസ്ത്രപരമായിട്ടും സാങ്കേതിക വിദ്യയായിട്ടൊക്കെ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരികയാണ്. നമുക്ക് ഒരുപാട് അഡ്വാൻസ്ഡ് ആവുകയാണ്. നമ്മൾ ഒരിക്കലും എന്തല്ല, ബാക്കിലോട്ടല്ല, കുറച്ചുകൂടെ പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കുന്നവരാണ്. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പല ഫെസിലിറ്റീസ് നമുക്ക് ഇല്ലായിരിക്കാം. അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന കൃഷിയും കാര്യങ്ങളായിരിക്കും. പക്ഷെ അർബനൈസേഷനിലോട്ട് പോകുമ്പോൾ നമ്മൾ കുറെ കൂടെ എന്ത് വരും? മാറ്റം. ഗ്രാമപ്രദേശത്ത് നിന്ന് നേരെ എവിടേക്ക് പോകുന്നതാണ്? നമ്മൾ നഗരത്തിലോട്ട് പോകുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? അർബനൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഗ്രാമപ്രദേശത്ത് നിന്ന് എവിടേക്ക് പോകുന്നുണ്ട്? നമ്മള് നേരെ എവിടേക്കാണ്? ഗ്രാമപ്രദേശത്ത് നിന്ന്
എവിടേക്ക് പോകും? അർബൻ, നഗരത്തിലോട്ട് പോകും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നഗരവൽക്കരണം എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി എന്തൊക്കെയാണ് അവിടെ കുറെ സ്ഥലങ്ങളുടെ പേരും അതുപോലെ എത്ര പെർസെന്റേജ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, നമുക്കത് വേണ്ട. ഇനി എന്താണ്? ഇൻ കൺട്രീസ് ലൈക്ക് റഷ്യ, റഷ്യയില് എന്താണ്? റഷ്യ പോലെയുള്ള 1970 റഷ്യ പോലുള്ള കൺട്രികളിൽ എന്താണ് 1970 എന്ത് തന്നെ എന്താണ് ഭൂരിഭാഗം ജനങ്ങൾ, അതായത് ഓൾമോസ്റ്റ് ജനങ്ങളും എന്തുമായിട്ട് കണക്ട് ചെയ്തു? നമ്മുടെ ഗ്രാമങ്ങളുമായിട്ട്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഗ്രാമം എന്ന് പറയുമ്പോൾ എന്താണ് വില്ലേജസുമായിട്ട് എന്തായി സംബന്ധിച്ചു? ബന്ധപ്പെട്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ലിങ്ക്ഡ് വിത്ത് ഇവിടെ പറയുന്നുണ്ട്. ലിങ്ക്ഡ് വിത്ത് എന്ന് പറയുന്നത് ബന്ധപ്പെട്ടിരിക്കുകയാണ്. വില്ലേജ് ത്രൂ ഓഫ് ദ 1930s ലേറ്റർ ഹാഫ് ഓഫ് ദ കൺട്രി റേപ്പിഡ് അർബനൈസേഷൻ. എന്താണ്? ഒരുപാട് തരത്തിലുള്ള റഷ്യ പോലുള്ള കൺട്രികളിൽ 1970 തന്നെ എന്താണ് ഭൂരിഭാഗം ജനങ്ങളും ഗ്രാമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനി മനസ്സിലായോ? ഇനി അടുത്ത വികസിത രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് പറഞ്ഞ ഒരുപാട് കൺട്രീസ് ഉണ്ട്. ആ ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് പറയുമ്പോൾ അവിടെ എല്ലാം എന്താ സംഭവിക്കുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളായിട്ട് അവയൊക്കെ മാറുകയാണ്. സ്മാൾ ടൗൺസ് ഒക്കെ എന്താണ് ഡെവലപ്പിംഗ് കൺട്രീസ് ആയി മാറുകയാണ്. സ്മാൾ ടൗൺസ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ പട്ടണങ്ങളെല്ലാം എന്തായി മാറുന്നു? വലിയ വലിയ പട്ടണങ്ങളായിട്ട് മാറുന്നുണ്ട്. അർബനൈസേഷൻ എന്ന് പറയുമ്പോൾ മീൻ ചെയ്യുന്നത് എന്താണ്? ഗ്രോത്ത് ഓഫ് വെരി ലാർജ് സിറ്റീസ് ഓഫ് കോഴ്സ്, ബട്ട് ആൾസോ സ്മാൾ ടൗൺസ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് അവേഴ്സ്. മനസ്സിലാവുന്നുണ്ടോ? ചെറിയ ചെറിയ പട്ടണങ്ങളെല്ലാം വലിയ പട്ടണങ്ങളായിട്ട് മാറുകയാണ്. മനസ്സിലായോ? അത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ ഏതൊക്കെയാണ്? കൊൽക്കത്ത, ഡൽഹി, മുംബൈ, പിന്നെ ഇങ്ങനെയുള്ള കുറെ സ്ഥലങ്ങളുണ്ട്. അതെല്ലാം എന്താണ് പ്രധാനപ്പെട്ട സിറ്റീസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അർബനൈസേഷൻ ആണ്. അർബനൈസേഷൻ എന്ന് പറയുമ്പോൾ മോഡേൺ അർബൻ ലൈഫ് എന്നാണ്. സ്പെസിഫിക്കലി ഇൻഡസ്ട്രിയലൈസേഷൻ ടു കൺവെർട്ടഡ് അർബനൈസേഷൻ. നമ്മുടെ വ്യവസായവൽക്കരണത്തിൽ നിന്ന് എവിടേക്ക് പോവുകയാണ്? നമ്മൾ നഗരവൽക്കരണത്തിലോട്ട് പോവുകയാണ്. പിന്നെ ഇവിടെ പറയുന്നു എന്താണ്? നഗരവൽക്കരണം എന്ന് പറയുന്നത് ജനസംഖ്യയിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളല്ല. ജനസംഖ്യയിൽ മാത്രമല്ല നടക്കുന്നത്. എന്തുമാത്രമല്ല, ജനസംഖ്യയിൽ സ്വാഭാവിക വളർച്ച കൊണ്ട് മാത്രമല്ല, ബാക്കി കാര്യങ്ങളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് നടക്കുന്നുണ്ട്. പട്ടണങ്ങളിൽ അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള ഒരുപാട് സാമ്പത്തിക ആസൂത്രണങ്ങളൊക്കെ നമുക്ക് നടക്കുന്നുണ്ട്. പട്ടണത്തിലേക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ സിറ്റിയിലോട്ടുള്ള ഒരു പരിവർത്തനമാണ് എന്ന് വിളിക്കുന്നത് നമ്മുടെ അർബനൈസേഷൻ എന്ന് വിളിക്കുന്നത്. കൂടുതലായിട്ട് റൂറൽ മേഖലയിൽ നിന്ന് എന്തിലോട്ട് പോകുന്നു? അർബൻ മേഖലയിലോട്ട് പോകുന്നു. ഇതിനെയാണ് അർബനൈസേഷൻ എന്ന് വിളിക്കുന്നത്. UK ആണ് അർബനൈസേഷൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ വ്യവസായവൽക്കരണത്തിൽ ഫസ്റ്റ് എന്ന് പറയുന്നത്. ജർമ്മനിയും അതുപോലെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ശതമാനം എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തെന്താ പറയുന്നത്? നമുക്ക് ഒത്തിരി ആയിട്ടുള്ള പോപ്പുലേഷൻ കാര്യങ്ങളൊക്കെ ലിങ്ക് ചെയ്യുന്നുണ്ട്. വില്ലേജോട്ട് ഒരുപാട് പോപ്പുലേഷൻ ലിങ്ക് ചെയ്യുന്നുണ്ട്. റഷ്യ പോലുള്ള കൺട്രികളിൽ 1970 തന്നെ എന്തുമായിട്ട് അവർ ഭൂരിഭാഗം ജനങ്ങളും ഗ്രാമങ്ങളുമായിട്ട് എന്ത് ചെയ്തു? കണക്ട് ആയിട്ടുണ്ട്. അതാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. ലാസ്റ്റ് പാരഗ്രാഫിൽ അർബനൈസേഷൻ മീൻ ഗ്രോത്ത് ഓഫ് വെരി ലാർജ് സിറ്റീസ്. അർബനൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രോത്ത് ഓഫ് വെരി ലാർജ് സിറ്റീസ് എന്ന് പറയുമ്പോൾ വലിയ സിറ്റികളുമായി ബന്ധം പുലർത്തുകയാണ്. സ്മാൾ ടൗൺസിനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സ്മാൾ ടൗൺസ് ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് ഒക്കോസ്. എന്താണ്? വികസന രാജ്യങ്ങൾ എന്ന് പറയുന്നത് എല്ലാം എന്താണ്? ഏറ്റവും വലിയ നഗരങ്ങളാണ്. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ആ ബിഗ് സിറ്റീസ് എന്നുള്ളിടത്തൊക്കെ നിങ്ങൾ എന്താ എഴുതണം? ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്, ആൻസേഴ്സ് ഉണ്ട്. ബിഗ് സിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പറയുന്നുണ്ട് ഹൗ ഡിഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ജർമ്മനി എഫക്ട് മൈഗ്രേഷൻ പോപ്പുലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ചു. എന്താണ്? വൈൽ ജർമ്മനി വിച്ച് ദാൻ ഫാസ്റ്റർ പേസ്, ജർമ്മനി പുരോഗമനം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടേക്ക് പോകാനാണ്? അർബനിലോട്ട് അല്ലെ? അതർ കൺട്രീസ് ആൻഡ് ലെസ് ദാൻ ഹാഫ് പീപ്പിൾ ഓഫ് അർബൻ കൺട്രീസ് അർബൻ സെന്റേഴ്സ് ആൻഡ് വി ടേക്ക് ഓഫ് ദി വിൻഡോ account at beginning in century in 70% of population still lived rural area. റൂറൽ ഏരിയയിൽ നിന്ന് എന്തിലോട്ട് പോകുന്നു? അർബൻ ഏരിയയിലോട്ട് പോകുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്? ബിഗ് സിറ്റീസിന്റെ ഡെവലപ്പിംഗ് കൺട്രികൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഏതൊക്കെയാണ്? ലാർജസ്റ്റ് സിറ്റി എന്ന് പറയുന്നത് കൊൽക്കത്ത, ഡൽഹി, മുംബൈ, അതുപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ, ബാങ്കോക്ക്, ഇതുപോലെ തന്നെ കൈറോ, അതുപോലെ തന്നെ ഒരു ഷാങ്ഹായി, ഇതുപോലുള്ള കുറെ സ്ഥലങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം മോഡേൺ ക്ലാസ് സൊസൈറ്റി. അതിന്റെ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മോഡേൺ ക്ലാസ് സൊസൈറ്റിയിലാണ് നമ്മൾ എന്ത് വരുന്നത്? മിഡിൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്താണ് മോഡേൺ ക്ലാസ് സൊസൈറ്റി എന്ന് പറയുന്നത്? ക്യാപിറ്റലിസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ റിസൾട്ട് ഇൻ ഗ്രോത്ത് ഓഫ് മോഡേൺ ക്ലാസ് സൊസൈറ്റി വിച്ച് മീൻ സോഷ്യൽ ക്ലാസസ് എക്സിസ്റ്റഡ്. സമൂഹത്തിൽ എന്തുണ്ടായിരുന്നു? ഒരു സോഷ്യൽ ക്ലാസസ് ഉണ്ട് അല്ലെ? സോഷ്യൽ ക്ലാസസ്. ആ സോഷ്യൽ ക്ലാസസ് എന്ന് പറയുമ്പോൾ സൊസൈറ്റിനെ എത്ര എടുത്തിരിക്കുന്നു? ടു ടൈപ്സ് എടുത്തിരിക്കുന്നു. സൊസൈറ്റി എത്ര എടുത്തിരിക്കുന്നു? 2 ടൈപ്സ് എടുത്തിരിക്കുന്നു. സോഷ്യൽ ക്ലാസസ് ആൾസോ എമർജ്ഡ്. ഏതൊക്കെയാണ്? ബൂർഷ്വാസിയും വർക്കിംഗ് ആയിട്ടുള്ള ക്ലാസ്സും. ബൂർഷ്വാസികളുണ്ട്,
വർക്കിംഗ് ആയിട്ടുള്ള ക്ലാസ് ഉണ്ട്. പ്രീ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി വെയർ ഡൊമിനേറ്റഡ് ലാൻഡഡ് വെൽത്ത് ആൻഡ് ദ ലാൻഡഡ് അരിസ്റ്റോക്രസി. ഇവർക്കൊക്കെ എന്തുണ്ട്, അധികാരങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പം ബൂർഷ്വാസികളായിട്ടുള്ളതുകൊണ്ട് വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള തൊഴിലാളി വർഗവും ഉണ്ട്. മനസ്സിലായി? ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ വേൾഡ് വിത്ത് ദ ചേഞ്ചസ് പോപ്പുലേഷൻ ആൻഡ് അർബനൈസേഷൻ ചേഞ്ചസ് സോഷ്യൽ സ്ട്രക്ചർ വെയർ നോട്ട് യൂണിഫോം ഓവർ ദ വേൾഡ് ആൻഡ് നോട്ട് സഡൻ. ഇതൊന്നും വളരെ പെട്ടെന്നൊന്നും വന്നതല്ല. ഇങ്ങനെയാണ് ഫോർ മച്ച് യൂറോപ്പ് 19th സെഞ്ചുറി ക്രൂഷ്യൽ പീരീഡ് ആൻഡ് ലാൻഡഡ് അരിസ്റ്റോക്രസി. അതായത് നമ്മൾ ഈ പറയുന്ന കാലഘട്ടം 19ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സമയമായിരുന്നു. കാരണം എന്താണ്, ഇവിടെ ഉണ്ടായിരുന്ന മിക്ക നിലങ്ങളും അല്ലെങ്കിൽ മിക്ക പ്ലാന്റുകളും ആരുടെ രീതിയിലാണ്, ലാൻഡ് ലോർഡ്സിന്റെ കൈകളിലായിരുന്നു. ലാൻഡ് ലോർഡ്സ് എന്ന് പറയുന്നത് എന്താണ്, ഭൂപ്രഭുക്കന്മാരുടെ കൈകളിലായിരുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? മിക്ക എന്താണ് ഭൂവിഭാഗങ്ങൾ അല്ലെങ്കിൽ ഭൂമികളും ആരുടെ കൈകളിലാണ്, ലാൻഡ് ലോർഡ്സിന്റെ കൈകളിലാണ്. ഇവർ എന്താ ചെയ്തത്, അവിടെ ഇരുന്നും കൊണ്ട് എന്താണ് ഹ്യൂജ് ആയിട്ടുള്ള ടാക്സ് സാധാരണക്കാരിൽ നിന്നും പിരിച്ചെടുത്തിരുന്നു. ഹ്യൂജ് ആയിട്ടുള്ള ടാക്സ് സാധാരണക്കാരിൽ നിന്ന് പിരിച്ചെടുക്കുകയും പിന്നെ എന്താണ്, സാധാരണക്കാരെ എന്ത് ചെയ്തു, വളരെയധികം ടോർച്ചർ ചെയ്യുകയും എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ എന്താണ്, ഇതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇനി പെസൻസ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂ ടു ആൻ ഇമ്പോർട്ടന്റ് സൊസൈറ്റീസ് ഓഫ് ആഫ്റ്റർ ക്യാപിറ്റലിസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ ഗ്രോത്ത് ഓഫ് ക്യാപിറ്റലിസ്റ്റ് അഗ്രികൾച്ചർ. കൃഷിക്കാരുടെ ആയിരുന്നു അവരുടെ അവസ്ഥ എന്നാണ്, വളരെ പരിതാപകരമായിരുന്നു. പിന്നെ എങ്ങനെയാണ്, പെസൻട്രി ഇറ്റ്സെൽഫ് ബിക്കം ഡിവൈഡഡ് ഇൻടു ക്ലാസ്, ദ റിച്ച് പുവർ മിഡിൽ ക്ലാസ്. നോക്കിക്കേ, നമ്മളിവിടെ പെസൻസിന് തന്നെ എത്ര എടുത്തിരിക്കുന്നുണ്ട്, റിച്ച് എന്നും പുവർ എന്നും മിഡിൽ പെസൻസ് എന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, തിരിക്കുന്നുണ്ട്. റിച്ച്, പുവർ, മിഡിൽ പെസൻസ് എന്ന് തിരിക്കുന്നു. കാരണം പാവപ്പെട്ടവനെന്നും അതിന്റെ ഒരു ഇടനിലക്കാരനെന്നും പിന്നെ എന്താണ്, റിച്ച് ആയിട്ടുള്ള ആൾക്കാരായിട്ടൊക്കെ തിരിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇനി ബിഗൻ ടു ടേക്ക് പ്രോപ്പർട്ടി ക്രിമിനാലിറ്റി ആൻഡ് അതോറിറ്റി ഡെഫിനറ്റ്ലി ദേ ആർ ആൾസോ എമർജ്ഡ് എൻലെസ് ആൻഡ് അഗ്രികൾച്ചർ ലേബേഴ്സ്. ഒരുപാട് പേര് ഇവിടെ നമുക്ക് പഠിക്കാം. 19ാം നൂറ്റാണ്ട് നമ്മൾ പഠിക്കുമ്പോൾ മണി ലെൻഡേഴ്സ് ആയിരുന്നു കൃഷിക്കാരെ എന്ത് ചെയ്തത്, അടക്കി വാണിരുന്നത്. മണി ലെൻഡേഴ്സിന്റെ ഫലമായിട്ടാണ്, മണി ലെൻഡേഴ്സ് കാരണമാണ് കൃഷിക്കാർ എന്ത് ചെയ്തു, കൃഷിയിൽ വളരെയധികം പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നത്. അതെല്ലാം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിലാണ് സെമീന്ദാരി സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ കുറെ സിസ്റ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദ സെക്കൻഡ് ഹാഫ് 20th century has however disappearance of the peasantry throughout western world, dramatic fall in countries like Japan and Southeast Asia general, only sub-Saharan Africa, India and China continue very large peasantries. ഇവിടെയൊക്കെ അതായത് ആഫ്രിക്ക അതുപോലെയുള്ള ഇന്ത്യ, ചൈന, ഇവിടെയൊക്കെ ഒരുപാട് തരത്തിലുള്ള കൃഷിക്കാര് ഉണ്ടായിരുന്നു. Capitalism many government of third world, particularly Asia and Africa, has result agrarian crisis, a disparate situation peasantry in this area, landless increasing enclave corporate agriculture and എക്സ്പോർട്ട് ക്രോപ്പ്. ഇവിടെ എന്താണ്, ഇവിടെ ഉണ്ടാകുന്ന കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളെല്ലാം ഇവിടേക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യാനായിട്ടൊക്കെ ഇവർ എന്ത് ചെയ്തു, ഇവർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ദ ഡിമാൻഡ് ഓഫ് എക്സ്പോർട്ട് ക്രോപ്സ് അഡ്വാൻസ്ഡ് ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് ആണ്. ഇതെല്ലാം മുതലാളിത്ത രാജ്യങ്ങളിലോട്ട്, ക്യാപിറ്റലിസ്റ്റ് കൺട്രിയിലോട്ട് ഇവർ ചെയ്ത എല്ലാ ഉൽപ്പന്നങ്ങളും മറ്റു സ്ഥലങ്ങളിലോട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, കയറ്റുമതി ചെയ്യാനും ഇതെല്ലാം ഇവരുടെ ഫുഡ് ക്രോപ്പ് എന്ത് ചെയ്യാൻ തുടങ്ങി, ഡിക്ലൈൻ ആകാനായിട്ട് തുടങ്ങി. ഇവരുടെ അവസ്ഥ വളരെ പരിതാപകരമാകുന്നു. പിന്നെ എന്താണ്, ഇവരുടെ കൃഷിയും കാര്യങ്ങളും ഡിക്ലൈൻ ആകാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ തൗസൻഡ്സ് ഓഫ് പീപ്പിൾസ് സൂയിസൈഡ് ഇൻ ഫാമേഴ്സ്, അവർ എന്ത് ചെയ്തു, കൃഷി അവസാനിപ്പിച്ചിട്ട് ആത്മഹത്യ ചെയ്യാനായിട്ട് തുടങ്ങി. മനസ്സിലായോ? ഈ സമയത്ത് ഇവർക്ക് എന്താണ് ഇവിടെ പറയുന്നത്, ദിസ് ഹാസ് ലെഡ് തൗസൻഡ് ഓഫ് suicides by farmers in also movements of peasantry for support price, lower cost and improve water, electricity and irrigation. ഇവർക്കൊന്നും എന്തില്ലായിരുന്നു, വെള്ളമോ അതുപോലെ തന്നെ വൈദ്യുതിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, പ്രൊവൈഡ് ചെയ്യുന്നില്ല. ലോവർ കോസ്റ്റിലൊന്നും എന്ത് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ചൈന ഹാസ് ബീൻ ഏബിൾ ടു ഇന്റഗ്രേറ്റ് പെസൻട്രി വെരി വെൽ ടു പൊളിറ്റിക്കൽ സിസ്റ്റം, ബട്ട് ദ മാർക്കറ്റ് റിഫോംസ് ആൻഡ് ലാസ്റ്റ് 2 decades leading disconnected there as well. There is a demand agriculture land. വേറൊന്നും അല്ല, ഇവരുടെ ലൈഫ് വളരെ പരിതാപകരമാണ്. കാരണം ഇവിടെ ഇവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതെല്ലാം മറ്റ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിലോട്ട് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ മറ്റ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുകയാണ്. ഈ സമയത്ത് ഒരുപാട് പേർക്ക് എന്താണ്, മണി ലെൻഡേഴ്സിന് കാശ് കൊടുക്കാൻ കഴിയാതെയും ഹ്യൂജ് ആയിട്ടുള്ള ടാക്സ് കൊടുക്കാൻ കഴിയാതെയും ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തു, സൂയിസൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി. മരിക്കാനും ഒക്കെ എന്ത് ചെയ്തു, തൗസൻഡ്സോളം ആൾക്കാർ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്. Bourgeoisie emerges a growing final dominant and social class in the 20th century. From late 19th century onwards, throughout the Western Europe, wealth and influence section and among the bourgeoisie
ക്യാപിറ്റലിസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് വാഗൻ. ജസ്റ്റ് ഇവിടുത്തെ ഈ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ബൂർഷ്വാസികളായിട്ടുള്ള കുറെ ആൾക്കാർ എന്ത് ചെയ്തു, അതായത് ക്യാപിറ്റലിസ്റ്റഡ് ആയിട്ടുള്ള മുതലാളിമാർ ഒരുപാട് പേര് വരികയും അവർ ഓണേഴ്സ് ആണെന്ന് പറയുകയും ചെയ്തു. ഒരു ഓണേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അവർ അധികാരത്തിൽ ഇരിക്കുന്നവരാണെന്ന് പറയുന്നു. അതിൽ മിഡിൽ ക്ലാസ് ആയിട്ട് കൺക്ലൂഡ് ചെയ്യുന്ന ആരൊക്കെയാണെന്ന് അറിയാമോ? സ്റ്റോർ കീപ്പേഴ്സ്, ഷോപ്പ് കീപ്പേഴ്സ്, മാനേജേഴ്സ്, ലോയേഴ്സ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ടീച്ചേഴ്സ്, ഇവരെല്ലാം മിഡിൽ ക്ലാസ് ആയിട്ടും, അതുപോലെ തന്നെ ലോവർ ക്ലാസ് ആയിട്ട്, ലോവർ ക്ലാസ് ഹു മാനേഡ് പേ റാങ്ക് ഓർ സർവീസ്, ദിസ് സെക്ഷൻ മോസ്റ്റ് ഇൻസെക്യൂർ, വേസ്റ്റ് അഫക്റ്റഡ് റപ്പ് ഓഫ് ദ മാർക്കറ്റ്, പർട്ടിക്കുലർ ഡിപ്രഷൻ ഓഫ് എക്കോണമി. ഇവിടെ പറയുന്നുണ്ട് ഒരുപാട് പേര്, ഇതായത് ഈ മിഡിൽ ക്ലാസ് ആയിട്ട് ആരെ കണക്കാക്കി? ടീച്ചേഴ്സിനെ പോലെ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ലോയേഴ്സിനെ പോലും ഒക്കെ എന്തിലോട്ടാണ് കണക്കാക്കിയ? മിഡിൽ ക്ലാസ്സിലോട്ട് കൺവെർട്ട് ചെയ്തു. ഇനി വർക്കിംഗ് ക്ലാസ് ആയിട്ടും ഉണ്ട് മിഡിൽ ക്ലാസ്, അതുപോലെ ലോവർ മിഡിൽ ക്ലാസ്. ലോവർ മിഡിൽ ക്ലാസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവരെല്ലാം ടാക്സ് കൊടുത്ത് ജീവിക്കണം, പെയ്ഡ് ചെയ്യണം, അല്ലെ, ഒരു സർവീസ് ചെയ്യണം. അതുപോലെ തന്നെ ഒരുപാട് ഡിപ്രഷൻ അനുഭവിക്കുന്നവരാണ് തേർഡ് ക്ലാസ്സിലുള്ളവർ അല്ലെങ്കിൽ ലോവർ ക്ലാസ്സിലുള്ളവർ. വർക്കിംഗ് ക്ലാസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കാം? Formation of the working class depend the wage labor linked directly with the growth of capitalist industry. Throughout the Europe, working in remained well as country. Mechanization did not came to sudden not all industry same time. Some skilled craft dead of the emergence of big factory. ഇവിടെ നോക്കിക്കേ, ഒരുപാട് വർക്കിംഗ് ക്ലാസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അറിയാവുന്നുള്ളത്. ആർട്ട് ചെയ്യുന്നവരുണ്ട്, ക്രാഫ്റ്റ് ചെയ്യുന്നവരുണ്ട്. ഇവരുടെ അവസ്ഥകൾ വളരെ പരിതാപകരമായിരുന്നു. ഇവരുടെ വർക്കേഴ്സ് ഒക്കെ എന്താണ്? ഇതിൽ ആരൊക്കെയാണുള്ളത്? പീരീഡ് സ്കില്ല് ക്രാഫ്റ്റ് മാൻ ഉണ്ട്, ഡൊമസ്റ്റിക് ആയിട്ടുള്ള വർക്കേഴ്സ് ഉണ്ട്, ടൈലേഴ്സ് ഉണ്ട്, ലോണ്ടറി മാൻ ഉണ്ട്, ലോണ്ടറി എന്ന് പറഞ്ഞാൽ അലക്കുകാരുണ്ട്, പ്രിന്റ് വർക്കേഴ്സ് ഉണ്ട്, മേസൺസ് ഉണ്ട്, കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഉണ്ട്, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് വർക്കേഴ്സ്, റെയിൽവേ, വെറൈറ്റി ജോബ്സ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. ഈ സിറ്റി ഈ അൺസ്കിൽഡ് ആയിട്ട് ഫാക്ടറി വർക്കേഴ്സും ഒക്കെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇവരുടെയൊക്കെ അവസ്ഥ എന്തായിരുന്നു? പിന്നെ ബുദ്ധിമുട്ട് കാര്യങ്ങളാണ്. വുമൺ ഫോംഡ് ഇൻ ഇമ്പോർട്ടൻറ്റ് കമ്പോണന്റ് ദിസ് വർക്കേഴ്സ് ബോത്ത് ഓഫ് their members and also through their jobs early not open them. All this equally true the working classes colonized world, Asia, Africa, Latin America and ജസ്റ്റ് ഇതൊന്നും വേണ്ട. ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക ഇവിടെയൊക്കെ ഉള്ളവർ എങ്ങനെയായിരുന്നു നിൽക്കുന്നത്? ഇൻഡിപെൻഡന്റ് എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യത്തിലേക്ക്. ഇവിടെ വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് നോക്കുന്ന കാര്യങ്ങൾ ഇത്രയും മാത്രമാണ്. ബൂർഷ്വാസി എന്നും അതുപോലെ തന്നെ എന്താണ് വർക്കിംഗ് ക്ലാസ്സോട്ട് രണ്ട് വിഭാഗക്കാരുണ്ടായിരുന്നു. മോഡേൺ സൊസൈറ്റിയിൽ മണി ലെൻഡേഴ്സ് അല്ലെങ്കിൽ ലാൻഡ് ലോഡ്സ് ആണ് ജനങ്ങളെ ഭരിച്ചിരുന്നപ്പോൾ ആ സമയത്ത് എന്താ സംഭവിച്ചത്? ഒരുപാട് പേര് ഡെത്ത് സംഭവിക്കും, സൂയിസൈഡ് ചെയ്യാൻ തുടങ്ങി. അവർക്ക് വെള്ളമോ അതുപോലെ തന്നെ വർക്കിംഗ് പീപ്പിളിന് വേണ്ടിയുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളോ ഒന്നും ലഭിച്ചില്ല. അടുത്ത് ബൂർഷ്വാസികളായിട്ടുള്ള ഗ്രോയിങ് ഫൈനൽ ഡൊമിനന്റ് ക്ലാസ് ആയിട്ട്, അതായത് സമൂഹത്തിൽ വളരെ ഉയർന്ന തലത്തിലുള്ള ആൾക്കാരായിട്ട് ആര് മാറുകയാണ്? ബൂർഷ്വാസികൾ മാറുകയും, ബൂർഷ്വാസികളുടെ സമയത്ത് എന്താ സംഭവിച്ചത്? ഇവിടെ ഫാക്ടറി ഓണേഴ്സും ബാങ്കേഴ്സും അതുപോലെ ഓണേഴ്സും കാര്യങ്ങളൊക്കെ എന്താണ്? അവരെല്ലാം ഏത് ക്ലാസ്സിലോട്ട്? മിഡിൽ ക്ലാസ്സിലോട്ട് പോവുകയാണ്. മിഡിൽ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തത് അവരെയൊക്കെയാണ്. പിന്നെ അതുപോലെ ലോവർ മിഡിൽ ക്ലാസ്സിൽ എന്തൊക്കെയാണ്? ഏറ്റവും താഴെയുള്ള ആൾക്കാരാണ്. അവരുടെ അവസ്ഥ എന്താണ്? പർട്ടിക്കുലർ ഡിപ്രഷൻസ് ഇൻ ഇക്കോണമി എന്ത് ചെയ്തു? ഡിപ്രഷൻ, സാമ്പത്തിക മാന്ദ്യത്തിലോട്ട് പോകുകയും. വർക്കിംഗ് ക്ലാസ്സിൽ ഹ്യൂജ് ആയിട്ടുള്ള ലേബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഈ വർക്കിംഗ് ക്ലാസ്സിൽ ആരൊക്കെയാണ്? ക്രാഫ്റ്റ് മാൻ ഉണ്ട്, ഡൊമസ്റ്റിക് വർക്കേഴ്സ് ഉണ്ട്, ടൈലേഴ്സ് ഉണ്ട്, ലോണ്ടറി മാൻ ഉണ്ട്. ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ എവിടെയുണ്ട്? നമ്മുടെ ഈ വർക്കിംഗ് ക്ലാസ്സിൽ ഉണ്ട്. അപ്പൊ ഇത്രയുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടുള്ള. സമൂഹത്തിൽ 4 തരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? തിരിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഇനിയാണ് സിറ്റി ആൻഡ് സോഷ്യൽ ലൈഫ്. ദ സിറ്റി ആൻഡ് സോഷ്യൽ ലൈഫ് റിഫ്ലക്റ്റഡ് സ്ട്രോങ് ഡിവിഷൻ, റിച്ച് ആൻഡ് പുവർ. സ്ട്രോങ് ഡിവിഷൻ പണക്കാരനും പാവപ്പെട്ടവനും തമ്മിൽ അന്തരം ഉണ്ടായിരുന്നു. ഇവിടെ സിറ്റി ലൈഫിൽ, സോഷ്യൽ ലൈഫിൽ ദേ ഹാഡ് ഡിഫറെന്റ് സ്പേസസ് ഓഫ് സിറ്റി ഓഫ് ലൈഫ്. എന്താണ്? ഒരുപാട് തരം നമുക്കറിയാം, നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, പാവപ്പെട്ടവനും അതുപോലെ തന്നെ പണക്കാരനും ഇങ്ങനെയുള്ള 2 തരത്തിലുള്ള എന്തുണ്ട്? മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് കാര്യമൊന്നുമില്ല. അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയും കാര്യങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്തു? ഉടലെടുത്തിട്ടുണ്ട്. തൊഴിലില്ലായ്മ എന്ന് പറയുമ്പോൾ നമുക്കറിയാല്ലേ, ഒരുപാട് കാര്യങ്ങളിൽ തൊഴിലില്ലായ്മ എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിലും എന്താണ്? പഠിച്ചിട്ടും യുവജനമാർഗം ഇല്ലാതെയൊക്കെ എന്ത് ചെയ്തു? ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. മൾട്ടി സ്റ്റോർഡ് അപ്പാർട്ട്മെന്റ്സ്, ഹ്യൂജ് സ്റ്റോർസ്, ഷോപ്പിംഗ് മാൾസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ടായിരുന്നു? സിറ്റി എന്ന് പറയുമ്പോൾ സിറ്റി, പട്ടണം എങ്ങനെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. പട്ടണത്തിൽ എങ്ങനെയാണ്? പാവപ്പെട്ടവനുണ്ട്, പണക്കാരനുണ്ട്, വലിയ ബഹുനില കെട്ടിടങ്ങളുണ്ട്, താഴ്ന്ന നിലയിലുള്ള കെട്ടിടങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ പാർക്കുണ്ട്, മാൾസ് ഉണ്ട്, ഷോപ്പിംഗ് മാൾസും കാര്യങ്ങളുണ്ട്, പിന്നെ നല്ലപോലെ പൊല്യൂഷനും കാര്യങ്ങളുണ്ട്, സ്ലംസ് ഉണ്ട്, അല്ലെ, ചേരികളുണ്ട്. ഇതെല്ലാം എന്തിന്റെ പ്രത്യേകതയായിരുന്നു?
സിറ്റി ലൈഫിന്റെ പ്രത്യേകതയാണ്. സിറ്റി ആൻഡ് സോഷ്യൽ ലൈഫ് ചോദിക്കുകയാണെങ്കിൽ സിറ്റി സോഷ്യൽ ലൈഫ് എന്ന് പറയുമ്പോൾ റിച്ച് ആൻഡ് പുവർ ആയിട്ട് കണക്കാക്കിയിരുന്നു. പിന്നെ എന്താ പറഞ്ഞത്, മെനി അപ്പാർട്ട്മെന്റ്സും ഫ്ലാറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് മോഡേൺ സിറ്റീസിൽ. പിന്നെ സ്ലംസ് ഉണ്ട്. സ്ലംസ് എന്ന് പറഞ്ഞാൽ ചേരിയും കാര്യങ്ങളും ഉണ്ട്. പിന്നെ റൂമുണ്ട്. പിന്നെ എന്താണ് ഒരുപാട് കാര്യങ്ങൾ ഫാമിലീസ് ആയിട്ടൊക്കെ എന്താണ് ഹോംലെസ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ട്. ദിസ് കണ്ടിന്യൂസ് ഓൺ ഫേസ് മോഡേൺ സിറ്റീസ് ടുഡേ ഓഫ് ദ വേൾഡ്. അൺഎംപ്ലോയ്മെന്റ് ഹാസ് ബിക്കം എ ഡിക്കേഡ് റിയാലിറ്റി. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഫാമിലി എന്ന് പറയുമ്പോൾ സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് ഇൻ കെയിം അബൌട്ട് ബോത്ത് ന്യൂക്ലിയർ ആൻഡ് ജോയിന്റ് ഫാമിലി. ന്യൂക്ലിയർ ഫാമിലിയിലും ജോയിന്റ് ഫാമിലിയിലും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ന്യൂക്ലിയർ ഫാമിലിയിലും ജോയിന്റ് ഫാമിലി എന്തായിട്ട് മാറുകയാണ്? ഫാമിലി ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആയിട്ട് മാറുകയാണ്. ഫാമിലി ഒരു പ്രൊഡക്ഷൻ യൂണിറ്റായിട്ട് എന്ത് ചെയ്തു? കണ്ടിന്യൂ ചെയ്തില്ല. പകരം അവിടെ നിന്ന് എന്ത് ചെയ്തു? മാറുകയാണ്. എങ്ങനെയാണ് നോക്കിക്കേ, ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആയിട്ട് മാറാതെ എന്ത് ചെയ്തു? അത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഫാമിലി എന്ന് പറയുമ്പോൾ വേജ് പീപ്പിൾ, ഫാമിലി വേജ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ എന്താണ് മാൻ ഏജ്, അതായത് പൈസ എന്താണ് മനുഷ്യന്റെ ശമ്പളം എന്നും അതുപോലെ തന്നെ എന്താണ് ഫാമിലിയുടെ ശമ്പളം എന്നും എന്നുള്ള രീതിയിൽ രണ്ട് തരത്തിലുള്ള കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ക്ലിയർ ആവുന്നുണ്ട്? അതായത് ഫാമിലി എന്ന് പറയുമ്പോൾ എന്താണ് ന്യൂക്ലിയർ ഫാമിലിയും ജോയിന്റ് ഫാമിലിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതായത് വളർന്നു വരുമ്പോൾ എന്താണ് ന്യൂക്ലിയർ ഫാമിലിയാണ് കൂടുതലായി വന്നത്, ജോയിന്റ് ഫാമിലി കുറഞ്ഞു വന്നു. എല്ലാവരും അച്ഛനും അമ്മയും മക്കളും മാത്രം ജീവിക്കുന്ന തരത്തിലുള്ള ഒരു ലൈഫ് അവർ എന്ത് ചെയ്തു? ചൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ മെന്നിന്റെയും വുമന്റെയും എന്താണ് പെർഫോമിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഈക്വലി ഡിഫറൻസ് ഉണ്ടായിരുന്നു. ദി ഹാപ്പിനെസ് ഇൻഡസ്ട്രി സെക്ഷൻ ലോങ് റിമൈൻഡ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ത്രൂ. ഞാൻ ജസ്റ്റ് വായിക്കുന്നതേ ഉള്ളൂ, അതിനകത്ത് കണ്ടന്റ് ആണ് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞിരുന്നത്. ശമ്പളം തന്നെ എന്താണ് മാൻ വേജായിട്ടും അതുപോലെ തന്നെ ഫാമിലി വേജായിട്ടും കണക്കാക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഫാമിലി മീൻസ് സർവൈവ് ഹ്യൂമൻ വർക്ക് ഐഡിയലി ഹാസ് ബിക്കം ന്യൂട്രീഷൻ. ഫാമിലിക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ടോ? സദാസമയം എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ കാര്യങ്ങളിൽ വർക്കിലൊക്കെ മുഴുകുന്നുണ്ട്. ക്ലാസ് വാല്യൂ ഓഫ് വർക്കിംഗ് ക്ലാസ് ഫെമിലീസ് ആൻഡ് കുഡ് അസ്പൂർ ടു ബട്ട് ദ ഹാർഡ്ലി ഓൾമോസ്റ്റ്. ജസ്റ്റ് വേറെ ഒന്നും ഇവിടെ നോക്കണ്ട. ഫാമിലി ലൈഫിൽ എങ്ങനെയൊക്കെയാണ് ഒരുപാട് മാറ്റങ്ങൾ, ന്യൂക്ലിയർ ഫാമിലിയും ജോയിന്റ് ഫാമിലിയും മാറ്റങ്ങൾ വരികയുണ്ടായി. ഫാമിലി ഒരു യൂണിറ്റ് ആയിട്ട് തുടർന്നില്ല. പിന്നെ എങ്ങനെയാണ് വന്നത്? മാൻ വേജും ഉണ്ട്, ഫാമിലി വേജും ഉണ്ട്. സ്ത്രീകൾ എങ്ങനെയാണ് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ബെറ്റർ വർക്കിംഗ് ക്ലാസ് ആയിട്ട് മാറുന്നു. പിന്നെ എന്താണ് പറയുന്നത്? സ്ത്രീകൾക്ക് എന്താണ് ഈ ജോലികളെല്ലാം കൊടുത്താലും സ്ത്രീകൾക്ക് എവിടെ പറയുന്നുണ്ട്? ഇനി പ്രാക്ടീസ് ഓൺ കോൺസെപ്റ്റ് ഈക്വൽ പേ ഓഫ് ഈക്വൽ വർക്ക് ഡിഡ് നോട്ട് അപ്ലൈ ടു വുമൺ. വുമൺസിന് എന്ത് കൊടുക്കുന്നില്ല? കൃത്യമായുള്ള ശമ്പളം കൊടുക്കുന്നില്ല. കാരണം അവർക്ക് തുല്യമായിട്ടുള്ള വേതനം നിർബന്ധമല്ലായിരുന്നു ആ സമയത്ത്. അതിനെതിരെയാണ് പിന്നെ പോരാട്ടങ്ങളും കാരണങ്ങളൊക്കെ നടത്തി ഇതെല്ലാം നേടിയെടുത്തത്. അപ്പം തുല്യമായ സ്ത്രീകൾക്ക് നല്ലൊരു വേതനം അല്ലെങ്കിൽ തുല്യമായ വേതനം അവർക്ക് നൽകിയിരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇനി വുമൻസ് ഇക്വാളിറ്റി ആൻഡ് ഫെമിനിസം. എങ്ങനെയാണ് വുമൻസിന്റെ ഇക്വാളിറ്റി ആൻഡ് ഫെമിനിസം? ഫെമിനിസം എന്ന് പറയുമ്പോൾ സ്ത്രീ സുരക്ഷ എന്നൊക്കെ പറയുന്നത് പോലെ 20th സെഞ്ചുറി ആയപ്പോൾ ലിറ്ററസിയിലും അതുപോലെ തന്നെ ഓപ്പൺ ന്യൂ ഒരുപാട് ചേഞ്ചസിൽ ആര് വരികയാണ്? വർക്കിംഗ് ക്ലാസ്സും മിഡിൽ ക്ലാസ്സും ഒക്കെ വരികയാണ്. ഒരുപാട് കാര്യങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. അപ്പൊ സ്ത്രീകളുടെ അവസ്ഥ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം അല്ലെ? എങ്ങനെയാണ് അവരുടെ അവസ്ഥ? അവരുടെ അവസ്ഥ എന്താണ്? ഇൻ സർവീസ് വുമൺ വർക്ക് ഇൻ ഷോപ്സ് ആൻഡ് ഓഫീസ്. വുമൻസ് എവിടേക്കാണ്? ഷോപ്പിലും ഓഫീസിലും ഒക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി. നേഴ്സസ് ആയിട്ടും സ്കൂൾ ടീച്ചേഴ്സുമായിട്ടൊക്കെ എന്ത് ചെയ്തു? മാറി. ഒരു ഫെമിനിൻ ജോബ്സ് ഒക്കെ ആയിട്ട് കൺക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. ദ ടു വേൾഡ് വാർ ഓപ്പൺ ടു പോസിബിലിറ്റി. 2 വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം വുമൻസിന് ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്തു? തുറന്നു കൊടുക്കുകയുണ്ടായി. പിന്നെ എന്താണ് പറയുന്നത്? ഡിമാൻഡഡ് വോട്ട്. ഇവര് ഈ മിഡിൽ ക്ലാസ്സിലുള്ള വുമൻസ് എന്ത് ചെയ്യാൻ തുടങ്ങി? ആവശ്യപ്പെടാനായിട്ട് തുടങ്ങി. എന്തിനുള്ള? വോട്ടവകാശം നേടിയെടുക്കാനായിട്ട് ഇവര് ചോദിച്ചാൽ തുടങ്ങി. ഇതിന് വേണ്ടിയിട്ട് മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ അവർ നടത്തി. ഒരുപാട് എന്താണ് സമരങ്ങളൊക്കെ നടത്തി. അവർ എന്തിനുള്ള അവകാശം നേടിയെടുത്തു? വോട്ടിടാനുള്ള അവകാശം നേടിയെടുത്തു. ഇത് വളരെ വലിയൊരു അച്ചീവ്മെന്റ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു? കണക്കാക്കുന്നുണ്ട്. ഒപ്രസ് ചെയ്ത് വെച്ചിരുന്ന, അടിച്ചമർത്തി വെച്ചിരുന്ന സ്ത്രീകളെല്ലാം ഉയർന്നു വരാനായിട്ട് തുടങ്ങി. സൊസൈറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. പിന്നെ എന്താണ്? യൂണിയൻ മെമ്പേഴ്സ് ആയിട്ടും അതുപോലെ ഓർഗനൈസേഷൻ ത്രൂ ഓഫ് ദ നോട്ട് വിസിബിൾ ലീഡർഷിപ്പ് റോൾസ്. അവർക്ക് ഒരു ലീഡർഷിപ്പ് റോൾസും കാര്യങ്ങളൊക്കെ ഉടലെടുക്കാനായിട്ട് തുടങ്ങി. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വുമൻസിന് മാറ്റം, അതായത് ഫുൾഫിൽ ആയി. വുമൻസിന്റെ അവസ്ഥകൾ എന്ത് ചെയ്തു? പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ എവിടേക്ക് ഉണ്ടായി? വുമൻസിന്റെ ലൈഫിൽ ഉണ്ടായി. നോക്കിക്കുക, റോസ ലക്സംബർഗും അതുപോലെ തന്നെ ബിയാട്രിസ് വെബും അതൊക്കെ എന്താണ്? ഒരു പ്രശസ്ത സോഷ്യലിസ്റ്റ് നേതാക്കന്മാരായിരുന്നു. സ്ത്രീകളുടെ ഇടയിൽ ഉണ്ടായിരുന്നു ഒരു പ്രശസ്തമായ 2 പേരുടെ പേരെങ്കിലും ഓർത്തു വെക്കാം. റോസ ലക്സംബർഗും ബിയാട്രിസ് വെബ്. പിന്നെന്താണ്? ദ റഷ്യ വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ് സിഗ്നിഫിക്കൻസ് കമൺ വുമൺ ആൻഡ് പേഴ്സൺസ്. നമുക്കറിയാം റഷ്യൻ വിപ്ലവം ഉണ്ടായപ്പോൾ കൂടുതലായിട്ട് അവിടേക്ക് വിപ്ലവത്തിന് മുൻനിരയിൽ വന്ന സ്ത്രീകളായിരുന്നു. പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് മുന്നോട്ട് വന്നത്. റെവല്യൂഷണറി മൂവ്മെന്റ്സ്, ഒരു വിപ്ലവകരമായ മൂവ്മെന്റ്സ് കൊണ്ടുവന്നത് ആരായിരുന്നു? സ്ത്രീകളായിരുന്നു. റഷ്യൻ കൊളോണിയൽ മൂവ്മെന്റ്സ് ആൻഡ് ഫൗണ്ട് വിച്ച് ആൻഡ് മോർ ഫേവറബിൾ എൻവയോൺമെന്റ് മാസ്
പാർട്ടിസിപ്പേഷൻ. സ്ത്രീകൾ ഒരുപാട് പാർട്ടിസിപ്പേഷൻ ഇതിലേക്ക് എന്ത് ചെയ്തു, നടത്തി. മനസ്സിലാവുന്നുണ്ട്? റഷ്യൻ റവല്യൂഷനിൽ സ്ത്രീകളുടെ പ്രാധാന്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്തെന്താണ് പറയുന്നത്? ബൈ 1990 women were or had been heads of government 16 states. Their numbers and workforce grew dramatically. Asian, African, Latin American countries. മൗറീഷ്യൻ സിഗ്നിഫിക്കൻസ് എക്സാമ്പിൾസ്. മൗറീഷ്യസ് ആണ് ഇതിന്റെ എക്സാമ്പിൾ. എങ്ങനെയാണ് പറയുന്നത്? നോക്കിയപ്പോൾ 1990 ആയപ്പോൾ വുമൻസ് എന്താണ് 16 സ്റ്റേറ്റ്സ് 60 രാഷ്ട്രങ്ങളുടെ തലപ്പത്ത് ആരായി മാറി? സ്ത്രീകളായി മാറി. മനസ്സിലായോ? 60 രാഷ്ട്രങ്ങളുടെ തലപ്പത്ത് ആരായി മാറുകയാണ്? ഭരണാധികാരിയായിട്ട് ആര് മാറുകയാണ്? സ്ത്രീകള് മാറുകയാണ്. ഇതാണ് ഇവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ എന്താണ്? മൗറീഷ്യസ് ആണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത്. ചൈനയും അതുപോലെ തന്നെ ഈസ്റ്റേൺ യൂറോപ്പിലൊക്കെ എന്താണ് എംപ്ലോയ്മെന്റ് ഓഫ് വുമൺ 100% എന്താണ് ഓൾമോസ്റ്റ് 100% ആർക്ക് തൊഴിൽ ലഭിക്കാൻ തുടങ്ങി? സ്ത്രീകൾക്ക്. അപ്പൊ സ്ത്രീകളുടെ അച്ചീവ്മെന്റ്സ് വളരെ കൂടുതലായിട്ട് മാറുകയാണ്. മനസ്സിലായോ? അപ്പൊ ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലായല്ലോ. എങ്ങനെയാണ് സ്ത്രീകളുടെ അവസ്ഥ? വളരെ എന്താണ് പരിതാപകരമായിരുന്ന സമയത്തെല്ലാം സ്ത്രീകളുടെ അവസ്ഥ വളരെ കൂടുതലായിട്ട് എന്ത് ചെയ്തു? അവർ മുൻനിരയിൽ വരാനും വോട്ടിടാനുള്ള അവകാശം നേടിയെടുത്തു, വർക്കിംഗ് പ്ലേസിലുള്ള അവകാശം നേടിയെടുത്തു. അവരുടെ ഇടയിൽ എഴുത്തുകാരുണ്ടായിരുന്നു. റഷ്യൻ വിപ്ലവരുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു. 60 സ്റ്റേറ്റിൽ 1919 എത്തിയപ്പോൾ 60 സ്റ്റേറ്റിൽ സ്ത്രീകളാണ് തലപ്പത്ത് ഇരിക്കേണ്ടതായിട്ട് വന്നത്. അപ്പൊ ഇത്രയും ഒരു ചെറിയൊരു ചാപ്റ്റർ എന്ന് പറയാനും കഴിയില്ല, വലിയൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് വെച്ചാൽ അത്യാവശ്യം കുറെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട്. അപ്പൊ നിങ്ങൾ നന്നായിട്ടൊന്ന് എന്ത് ചെയ്യുക, പഠിക്കുക. ഇരുത്തി തന്നെ ഇതുപോലെ പുസ്തകം എടുത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇരുത്തി തന്നെ വായിച്ച് നോക്കി പഠിക്കുക. എന്തെങ്കിലും സംശയമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് നോട്ടും കാര്യങ്ങളും വേണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കോളേജ് വരുന്നത് നേറ്റിങ്ങൽ റീഗൽ അഗ്നി കോളേജ് എന്നാണ് പേര്. കളിയിക്കോളം പോകുന്ന റോഡാണ്. അതുപോലെ കോഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ താഴെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പരിചയപ്പെടുത്തി കൊടുക്കുക. വീണ്ടും ഒരു പുതിയ ക്ലാസ് വരെ കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.